ഇപ്പോൾ ശരീരത്തിൽ പ്രത്യേകിച്ച് ശാരീരികമായ രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവ് ആ ശാരീരിക രോഗത്തിനും സൗഖ്യമെടുക്കാനുള്ള പല വഴികളും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവാണ്. നിങ്ങൾ ആദ്യമായിട്ട് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 21, 22 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാം. ഈ സംഭവം നമുക്കറിയാവുന്നതാണ്. രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവിൻ്റെ പിന്നാലെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് എന്ത് ചെയ്തവള്? വിശ്വസിച്ചു. ഹല്ലേലൂയ. അപ്പോൾ സൗഖ്യം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഏതാന്ന് ചോദിച്ചാൽ, കർത്താവിനെ തൊട്ടാൽ, കർത്താവ് എന്നെ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിലിരുന്നാലും ദൈവത്തെ സ്തുതിച്ചാലും ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും ദൈവത്തെ ആരാധിച്ചാലും ഒന്നും നമുക്ക് സൗഖ്യം കടന്താ. ഞാൻ തൊടുന്നവൻ എനിക്ക് സൗഖ്യം തരാൻ കഴിവുള്ളവനാണ് ഞാൻ വിശ്വസിക്കണം. അവൻ എന്നെ തൊട്ടാലും ഞാൻ അവനെ തൊട്ടാലും എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിക്കണം. എന്നിട്ട് ഈ രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വസിച്ചു. ഇവൻ്റെ വസ്ത്രത്തിൻ്റെ, അവനെ തൊട്ടില്ലേലും കുഴപ്പമില്ല, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. ഹല്ലേലൂയ. അങ്ങനെ അവൾ വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടു. തക്ഷണം കർത്താവിൽ നിന്നും ശക്തി പുറപ്പെട്ടു. സുഖപ്പെടുത്തുന്ന ശക്തി പുറപ്പെട്ടു. എന്നിട്ട് കർത്താവ് ചോദിക്കുന്നത്, ആരാണ് എന്നെ സ്പർശിച്ചതെന്ന്. അപ്പം ശിഷ്യന്മാർ ചോദിക്കും, ഒത്തിരി പേര് നിന്നെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് ഈ രക്തസ്രാവക്കാരി സ്ത്രീയോട് കർത്താവ്, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? അല്ലെങ്കിൽ ഒരു 10, 11, 12 വചനങ്ങൾ വായിക്കാം. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ശ്രദ്ധിക്കണം, ഇത് ഈശോ പറയുന്നത് ലൂക്കാസ് സുവിശേഷം മത്തായി സുവിശേഷം 8-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങൾ. ശതാധിപന്റെ ഭൃത്യൻ വീട്ടിൽ തളർന്നു കിടക്കുക. അപ്പോൾ ആ തളർന്നു കിടക്കുന്ന ഭൃത്യന് വേണ്ടി യാചിക്കാൻ വേണ്ടി ശതാധിപൻ വന്നു. അപ്പോൾ ശതാധിപൻ പറയുന്നൊരു കാര്യമാണ്, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത എനിക്കില്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിക്കും. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇതുപോലുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന്. എന്നിട്ട് അവൻ്റെ വിശ്വാസത്തെ പുകഴ്ത്തുകയും അതോടൊപ്പം തന്നെ കർത്താവ് ഈ ശതാധിപൻ്റെ ഭൃത്യന് സൗഖ്യം നൽകുകയും ചെയ്യുകയാണ്. ഈ ശതാധിപൻ്റെ കാര്യം എടുത്താലും പലയിടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നമ്മൾ വായിച്ചു കേട്ട രക്തസ്രാവക്കാരി സ്ത്രീ ആണെങ്കിലും ഇവര് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു കർത്താവിന് സുഖപ്പെടുത്താൻ പറ്റുമെന്ന്. അപ്പൊ സൗഖ്യത്തിലേക്കുള്ള ആദ്യ വഴി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പൂർണ്ണമായ ദൈവത്തിലുള്ള സുഖപ്പെടുത്തുന്ന കർത്താവിലുള്ള വിശ്വാസം. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തത്, കർത്താവ് പറയുന്നത് അനുസരിക്കാൻ, ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വചനം നമ്മൾ എളിമയോടെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ, അനുസരിക്കുകയും എളിമയോടെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അത് സൗഖ്യമായിട്ട് മാറും. നിങ്ങൾ 2 രാജാക്കന്മാർ അതിൻ്റെ 5-ാമത്തെ അധ്യായം എടുക്കാമോ? 2 കിങ്സ് ചാപ്റ്റർ 5 14-ാമത്തെ വചനം മാത്രം ഒന്ന് വായിക്കാമോ? 14 മാത്രം, എന്നിട്ട് ഞാൻ പറയാം. അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച്, ദൈവപുരുഷന്റെ പ്രവാചകന്റെ വാക്കനുസരിച്ച്, മറ്റൊരു വാക്ക് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച്, അനുസരിച്ച്, അതായത് അവൻ ഒബീഡിയൻ്റ് ആയിരുന്നു ദൈവവചനത്തോടും ദൈവപുരുഷന്റെ വചനവും അനുസരിച്ച് അവർ ജോർദാനിലിറങ്ങി 7 പ്രാവശ്യം മുങ്ങി അവൻ സുഖം പ്രാപിച്ചു. ശരീരം ശിശുവിൻ്റേതുപോലെയായി. നമുക്കറിയാവുന്ന ഭാഗമാണ്. നാമാൻ കുഷ്ഠരോഗിയാണ്. സിറിയ രാജാവിൻ്റെ സൈനാധിപനാണ് നാമാൻ. നല്ല കഴിവും പ്രാഗൽഭ്യമൊക്കെയുള്ളതാണ്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അവന് ശരീരം മുഴുവൻ കുഷ്ഠമായിരുന്നു. അപ്പോൾ ഇസ്രായേലിൽ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ഒരു പെൺകുട്ടിയെ വേലക്കാരിയായിട്ട് കൊണ്ടുവന്ന് ആ വീട്ടിലുണ്ടായിരുന്ന വേലക്കാരി ഈ നാമാനോട് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ ദേശത്ത് വല്ലതായിരുന്നെങ്കിൽ നമ്മുടെ പ്രവാചകന് സൗഖ്യം തരായിരുന്നു, നമ്മുടെ ദൈവം നിന്നെ സുഖപ്പെടുത്തുമായിരുന്നു. അപ്പം അങ്ങനെ
രാജാവിൻ്റെ ലെറ്ററൊക്കെ മേടിച്ച് ഇസ്രായേൽ ദേശത്ത് ചെന്ന് ഇസ്രായേൽ ദേശത്ത് രാജാവിൻ്റെ അടുത്ത് കുറേ സ്വർണവും അതും ഇതൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞ് താണ്ടെ ഒരു ലെറ്ററും കൊടുത്തു. രാജാവിൻ്റെ ലെറ്റർ നാമാൻ സൈന്യാധിപൻ കൊണ്ടുപോവാണ്. എന്താണ്? ഈ നാമാനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവ് ചോദിച്ചു, ജീവൻ നൽകാനും ജീവൻ എടുക്കാനും ഞാൻ ആര്? ദൈവമാണെന്ന് ചോദിച്ചു. ഓൾറെഡി ഒരു അടി കഴിഞ്ഞ് നിൽക്കുക, രണ്ടാമതൊരു അടിക്കുള്ള അംഗം കൂട്ടുവാണെന്ന് വിചാരിച്ച് ഇതെന്താ? ജീവൻ എടുക്കാനും ജീവൻ നൽകാനും ഞാനെന്താ ദൈവമാണോ? ഇങ്ങനെ പറഞ്ഞുവെന്ന് പ്രവാചകൻ കേട്ടപ്പോൾ പ്രവാചകൻ വിളിച്ചിട്ട് പറഞ്ഞു. എന്നാ പറഞ്ഞെന്നറിയോ? എലീഷ പ്രവാചകൻ പറഞ്ഞു, അവൻ ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു. നമുക്കൊരു ദൈവമുണ്ടെന്ന് അറിയട്ടെ. എന്നിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ വളരെ മനോഹരമാണ്. ഒരു ഭൃത്യനെ പ്രവാചകൻ പറഞ്ഞു വിട്ടിട്ട് ഭൃത്യനോട് പറഞ്ഞു, ഈ പറയുന്ന നാമാനോട് ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങി കുളിക്കാൻ പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ കയ്യെ കെട്ടി മുറിയിൽ തന്നെ ഇരുന്നു, പുറത്തേക്ക് പോലും ഇറങ്ങിയില്ല. വലിയ സൈനാധിപനാണെന്ന്, ഒരു രാജ്യത്തിൻ്റെ സൈനാധിപനാണ് വന്നിരിക്കുന്നത്. പുള്ളി സുഖമായിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു ഭൃത്യനെ പറഞ്ഞു വിട്ട്, അതെ ആ വന്ന ടീമിൻ്റെ അടുത്ത് പറ, പോയിട്ട് ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി കുളിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. സൈനാധിപൻ്റെ സകല കൺട്രോളും പോയി. നമ്മുടെ ആണെങ്കിലും പോകും ഇല്ലേ? ഇപ്പം നിങ്ങൾ സൈനാധിപനൊന്നും ആണല്ലോ, ഇവിടെ വന്നിട്ട് എത്ര പേരുടെ കൺട്രോൾ പോയിക്കത് ഞാൻ കണ്ടേക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇത്തിരി തിരക്കെട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ചിലവരൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സമയമില്ല ചേച്ചി പ്രാർത്ഥിച്ചു വിടാം. ഇല്ലില്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റിയല്ല, എനിക്ക് അച്ഛനെ കാണണം. നമ്മൾ സമയമില്ല, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. വിളിച്ച് പറഞ്ഞിട്ടാണോ വന്നില്ല? വിളിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷേ അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളൊരു ചേച്ചി പ്രാർത്ഥിക്കുക, ബാക്കി സമയം നിത്യാനന്ദ. അതിനാണെങ്കിൽ പിന്നെ ഇവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അല്ലേ? നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സൈനാധിപൻ, ഒരു ദേശത്തിൻ്റെ പ്രതിനിധി വന്നപ്പോൾ പ്രവാചകൻ പുറത്തു പോലും ഇറങ്ങിയില്ല. പ്രവാചകൻ പറഞ്ഞു, പോകുന്ന വഴിക്ക് ആ ജോർദാൻ നദിയിൽ ഇറങ്ങിയിട്ട് ഒരു 7 പ്രാവശ്യം മുങ്ങി കുളിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. സൈനാധിപൻ്റെ സകല കൺട്രോളും പോയി. അതിനുള്ള തെളിവ് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. സൈനാധിപൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞ് നോക്കിക്കോളാം കേട്ടാ. എന്നാൽ നാമാൻ കുപിതനായി. അപ്പോൾ ഏലിയ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതി പ്രാപിക്കും. ആ പ്രവാചകൻ ദൈവഹിതം അനുസരിച്ച് ഒരു കാര്യം പറഞ്ഞു. ദൈവത്തിൻ്റെ സ്വരം പറഞ്ഞു. ഇതാണ് ദൈവസ്വരം. സൗഖ്യം കിട്ടാനുള്ള ദൈവസ്വരം ഇതായിരുന്നു, നീ പോയി കുളിക്കുക, 7 പ്രാവശ്യം ജോർദാൻ നദിയിൽ മുങ്ങി കുളിക്കുക. ഇതാണ് ദൈവഹിതം, ഇതനുസരിക്കാൻ പറഞ്ഞു. അവനത് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. അവൻ പറഞ്ഞു, എലീഷ എൻ്റെ അടുത്ത് വന്ന് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ആര് വിചാരിച്ചു? നാമാൻ വിചാരിച്ചു. അപ്പം നാമാൻ പറയാണ്, ഞാൻ വിചാരിച്ച് എന്നാ ഈ പ്രവാചകൻ പുറത്തു വന്ന് അവൻ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ കരം വീശി എന്നെ സുഖപ്പെടുത്തുന്നു. ദൈവം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങിയില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, നമ്മൾ വിചാരിക്കുന്ന ചിന്തിക്കുന്ന രീതിയിലായിരിക്കണമെന്നില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഒരു പ്രശ്നമാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റേണ്ട ഒരു പ്രധാനപ്പെട്ട ആലോചനയാണ്, നമ്മൾ വിചാരിക്കുന്ന രീതിയിലും ഭാവത്തിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന്. അങ്ങനെ ശഠിക്കരുത്. ദൈവമേ, നീ എങ്ങനെയാണോ ഇടപെടാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇടപെടട്ടെ. ഇപ്പൊ നാമാൻ വിചാരിച്ചെന്നാ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ പ്രവാചകന്റെ സാന്നിധ്യം വന്നപ്പോൾ നാമാൻ മനസ്സിൽ ചിന്തിച്ച് ആലോചിച്ചൊക്കെ വന്നു, പ്രവാചകൻ ഇപ്പം എന്നെ കാണും ഇറങ്ങി വന്നിട്ട് ആ കർത്താവിന് അവൻ വിശ്വസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ കരം വീശും, എന്നിട്ട് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറയും, അപ്പം ഞാൻ സൗഖ്യം പ്രാപിക്കും. അപ്പം ഈ ചിന്തയോടു കൂടിയാണ് ആര് വന്നത്? നാമാൻ വന്നത്. എന്നിട്ടോ ചിന്തിച്ചതിൻ്റെ ഒരു ചിന്തയും നടന്നില്ലെന്നുള്ളതാണ്. ഈ പ്രവാചകൻ പുറത്തേക്ക് പോലും ഇറങ്ങിയില്ല, കാണാൻ പോലും വന്നില്ല. നോക്കിക്കേ. പക്ഷെ ദൈവം അവന് വേണ്ട സൗഖ്യത്തിന്റെ വഴി പറഞ്ഞു പ്രവാചകനിലൂടെ. എന്താണ്? പോകുന്ന വഴിക്ക് ജോർദാൻ നദിയിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങി കുളിക്കുക. അവന്റെ സൗഖ്യത്തിനുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ടാ പോയെ. അതനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, അത് എളിമപ്പെട്ട് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അവന് സൗഖ്യം കിട്ടും. പക്ഷെ അവന് എളിമപ്പെടാൻ പറ്റിയില്ല. നാമൻ എളിമപ്പെടാൻ പറ്റിയില്ല, നാമൻ അനുസരിക്കാൻ പറ്റിയില്ല. നാമൻ പറഞ്ഞു, ഞാൻ ഇതിനൊന്നും ഉദ്ദേശിച്ചല്ല വന്നത്, ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. ഞാൻ വിചാരിച്ചെന്നാ, ഈ ആരാധന കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് കൺവെൻഷൻ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പേ ഇവിടെ വെച്ച് തന്നെ എനിക്ക് സൗഖ്യം കിട്ടുമെന്നാണ് വിചാരിച്ചത്.
കൈ പൊക്കി നോക്കി, വന്നപ്പോഴും കൈ പൊക്കാൻ പറ്റുന്നില്ല, പോകാൻ നേരമായിട്ടും കൈ പൊങ്ങുന്നില്ല. ഇങ്ങനെ തന്നെ ഇത്രയൊക്കെ പൊങ്ങുന്നുള്ളൂ. ഞാൻ വിചാരിച്ചത് ആരാധനയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ, സൗഖ്യപ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ കൈയൊക്കെ പൊക്കി പോകാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. ഒന്നും ശരിയായില്ല. ചിലപ്പോൾ നിനക്ക് സൗഖ്യം കിട്ടാനുള്ള വഴി ഈ ശുശ്രൂഷകളിലൂടെ, കൺവെൻഷനുകളിലൂടെ കർത്താവ് നിന്നോട് സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നീ പോകുന്ന വഴിയിലായിരിക്കും കർത്താവ് നിനക്കുള്ള സൗഖ്യം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ സ്വരവും കേട്ട് നീ പോകുന്ന വഴികളിലായിരിക്കാം, ആ അനുസരണത്തിൻ്റെ വഴികളിലാണ് ദൈവം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവിൻ്റെ വചനം കേട്ടത് പാലിക്കുന്നവരാണ് ദൈവത്തിൻ്റെ, ഈശോ പറഞ്ഞത് എൻ്റെ അമ്മയും സഹോദരങ്ങളും കൂടപ്പിറപ്പുകളും നോക്കേ. ഇനി ശ്രദ്ധിച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ആര് വിചാരിച്ചേ? നാമാൻ വിചാരിച്ചത്. എന്നിട്ട് നാമാൻ ഒരു അഡീഷണൽ കാര്യം കൂടി പറയുന്നുണ്ട്. ദമാസ്കസിലെ അബാനായും പാർപ്പാറും ഇസ്രായേലിലെ നദികളേക്കാൾ ശ്രേഷ്ഠമല്ലേ? അവയിൽ കുളിച്ച് എനിക്ക് ശുദ്ധി പ്രാപിച്ചുകൂടെ? അങ്ങനെ അവൻ ദേഷ്യപ്പെട്ടു. ഇസ്രായേലിൽ പോയിട്ടുള്ളവർക്കറിയാം, ചില സമയത്ത് ജോർദാൻ്റെ നിറം കണ്ടാലുണ്ടല്ലോ, നമ്മുടെ ഈ മഴയൊക്കെ വരുമ്പോൾ വഴി കൂടി ഒഴുകുന്ന വെള്ളമില്ലേ, കലക്ക വെള്ളം. 2-3 പ്രാവശ്യമൊക്കെ ഞങ്ങൾ പോയപ്പോൾ ഈ കലക്ക വെള്ളത്തിലായിരുന്നു. അതുകൊണ്ട് അത്രയും കലക്ക വെള്ളത്തിലാണ് നമ്മൾ ഇറങ്ങില്ല. അല്ലാത്ത വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മൾ പോകുന്നവരൊക്കെ ഇറങ്ങും, തെളിഞ്ഞു കിടക്കുവാണെങ്കിൽ. അതിലേക്ക് നല്ല കലക്ക വെള്ളമായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് കുപ്പിയിൽ ഇച്ചിരി കലക്ക വെള്ളം എടുത്തിട്ട് ഇവരുടെ തലയിലേക്ക് ഒഴിക്കും. മാമോദീസ, ഈശോ മാമോദീസ സ്വീകരിച്ചതിൻ്റെ അടയാളമായിട്ട്. പക്ഷെ നല്ല കുറുക്ക് പോലത്തെ കലക്കവെള്ളം. പക്ഷേ പുറത്തുനിന്നൊക്കെ വരുന്നവർ ഈ കലക്ക വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നതാണ്. എല്ലാ കലക്ക വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ആൾക്കാർ സാരിയെ കൊടുത്ത് പോകുന്നവർ ഇതിനകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കയറി വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അവിടെ ഇറങ്ങാല. അപ്പോൾ ജോർദാൻ നദി പലപ്പോഴും കലങ്ങി ഒഴുകുന്നൊരു നദിയാണ്. അത്ര നല്ല തെളിഞ്ഞ നദിയൊന്നുമല്ല. അപ്പോഴാണ് പറയുന്നത്, അവിടെ നല്ല നദികളുള്ളപ്പോൾ ഞാൻ വന്ന് ഈ പ്രവാചകൻ പറയുന്നത് കേട്ടിട്ട് ഈ വൃത്തികെട്ട നദിയിൽ കുളിക്കേണ്ട കാര്യം എനിക്കുണ്ടോ? എനിക്ക് അവിടെ ഇപ്പോൾ നല്ല നദിയിൽ കുളിച്ച് ശുദ്ധി വരുത്തിക്കൂടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ സ്വരത്തെ നമ്മൾ മറുതലിക്കുമ്പോൾ അത് ദൈവം വചനത്തിലൂടെയും കർത്താവിൻ്റെ സ്നേഹത്തിലൊക്കെ നമ്മളോട് പറയും. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളിലൂടെ, കൂടപ്പറപ്പുകളിലൂടെ, സഹോദരങ്ങളിലൂടെ, വചന ശുശ്രൂഷകളിലൂടെ ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവസ്വരമാണെങ്കിൽ നമ്മളതനുസരിക്കണം. എന്ന് പറഞ്ഞാൽ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചതാണ് എങ്കിൽ നമ്മളത് അനുസരിക്കണം. അത് എത്ര കഠിനമേറിയതാകട്ടെ, എത്ര സിമ്പിളാകട്ടെ, എത്ര നിസ്സാരമെന്ന് തോന്നുക. കാരണം അതനുസരിക്കുന്നിടത്താണ് നമ്മുടെ സൗഖ്യവും അത്ഭുതങ്ങളും ഇരിക്കുന്നത്. അപ്പം അങ്ങനെ അതൊന്നും കേട്ടിട്ട് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ദേഷ്യപ്പെട്ട് തിരിച്ചു പോകുമ്പോൾ ഭൃത്യന്മാർ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പിതാവേ, അല്ലെങ്കിൽ നാമാനെ വിളിച്ച് പറഞ്ഞു, പ്രവാചകൻ ഭാരിച്ച ഒരു കാര്യമാണ് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ? ഉറപ്പായിട്ടും ചെയ്യും അല്ലേ? ഇത്ര നിസ്സാരമായതുകൊണ്ട് പ്രവാചകന് നാമാൻ ഇഷ്ടപ്പെട്ടില്ല. ഭാരിച്ച കാര്യമായിരുന്നു. പോകുന്ന വഴിക്ക് നാമാനോട് പറയാണ്, പോകുന്ന വഴിക്ക് തലകുത്തി 2 പ്രാവശ്യം ചാടി, 3-മതും തലകുത്തി ചാടി. എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ചില കട്ടിയുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നെങ്കിൽ ചിലപ്പോൾ നാമാൻ ചെയ്തേനെ. ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ കൂടേണ്ട ഭൃത്യന്മാർ പറഞ്ഞു, വലിയ കട്ടിയുള്ള കാര്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ? അപ്പോൾ കുളിച്ച് ശുദ്ധനാകുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താല്പര്യത്തോടെ അങ്ങത് ചെയ്യേണ്ടതാണ്. ഇത്ര നിസ്സാരമായ കാര്യമല്ലേ കർത്താവ് പറഞ്ഞുള്ളൂ. നീ ഇന്ന് നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിന്റെ ജീവിതത്തിൽ ഞാൻ അത്ഭുതം ചെയ്യും. എന്ത് നിസ്സാര കാര്യം കർത്താവ് പറഞ്ഞേ? നീ ഇന്ന് നിന്നെ വിശുദ്ധീകരിച്ചാൽ നാളെ നിന്റെ ജീവിതത്തിൽ നീ അത്ഭുതം കാണും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ല കർത്താവ് പറഞ്ഞേ. അപ്പോൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ തയ്യാറായാൽ അത്ഭുതം കാണുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മൾ ശുദ്ധീകരിച്ചാൽ പോരെ. അതിനെ നമ്മൾ വേറെ ആലോചിക്കാൻ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നിട്ട് ഇത് പറഞ്ഞു കേട്ടപ്പോൾ ഈ പറയുന്ന നാമാൻ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച്, മറ്റൊരു വാക്യം പറഞ്ഞ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ജോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങി. ഇതെന്തിനായിരിക്കും 7 പ്രാവശ്യം മുങ്ങിയേ? എന്തിനായിരിക്കും 7 പ്രാവശ്യം മുങ്ങിയേ? ഇതിനായിരിക്കും 7 പ്രാവശ്യം മുങ്ങി. 6 പ്രാവശ്യം മുങ്ങിയിട്ട് പൊങ്ങിപ്പോന്നാ പോരായിരുന്നോ?
6 പ്രാവശ്യം മുങ്ങിയിട്ടും സൗഖ്യം കിട്ടി കാണുകയല്ലോ അല്ലേ? പ്രവാചകൻ പറഞ്ഞത് 7 പ്രാവശ്യം മുങ്ങാനാ. ഇടിയും 1 മുങ്ങി പൊങ്ങിയപ്പോൾ എല്ലാം പഴയ പോലെയൊക്കെ തിരിയിരിക്കുന്നു. വീണ്ടും മുങ്ങി പൊങ്ങിയപ്പോൾ ഒന്നും ഒരു മാറ്റമില്ല. കുഷ്ഠം തന്നെയാണ് ശരീരം മുഴുവനും. വീണ്ടും മുങ്ങി പൊങ്ങി കാണും, അപ്പോഴും കുഷ്ഠം തന്നെ. 3 പ്രാവശ്യം എനിക്ക് പല്ലൊക്കെ കടിച്ച് കാണും. 3 പ്രാവശ്യം മുങ്ങിയിട്ടും ഒരു മാറ്റം പോലും ഇല്ല, ഒരു അല്പം പോലും സൗഖ്യം കിട്ടിയിട്ടില്ല. ഇനി 3 പ്രാവശ്യം കൂടെ ബാക്കിയുള്ളൂ. അങ്ങനെ 2, 3, 4, 5, 6 പ്രാവശ്യം മുങ്ങിയിട്ട് സൗഖ്യം കിട്ടിയിട്ടില്ല. അവസാനം എത്രയാ പറഞ്ഞ്? 7 പ്രാവശ്യം. എന്നാൽ 7, ഇനി അവസാനം ഇതും കൂടി അങ്ങോട്ട് മുങ്ങിയേക്കാം എന്ന് കരുതിയായിരിക്കും ചിലപ്പോൾ മുങ്ങിയത്. പക്ഷേ അത് പറഞ്ഞത് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ 7ാമത്തെ പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ നാമാന്റെ ശരീരം പഴയതുപോലെയായി. ഹല്ലേലൂയ. ശരീരം പഴയതുപോലെയായി. ഈ അത്ഭുതം ഇന്നും എത്രയോ ജീവിതങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടാനും കർത്താവിൻ്റെ വചനം അനുസരിക്കാനും തയ്യാറാകുന്ന എത്രയോ ജീവിതങ്ങളിൽ ഓരോ ദിവസവും നമ്മൾ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ ജീവിതങ്ങളിൽ സൗഖ്യങ്ങളും വിടുതലുകളൊക്കെ നടക്കുന്നത് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കർത്താവിൻ്റെ വചനം അനുസരിക്കുകയും വചനം എളിമയോടെ സ്വീകരിക്കുകയും ചെയ്താൽ നമ്മളിൽ സൗഖ്യം ഉറക്കെ പറ സംഭവിക്കും. ആദ്യം പറഞ്ഞ എന്നായിരുന്നു? ആദ്യം പറഞ്ഞത് മറന്നുപോയാ? എന്നായിരുന്നു? വിശ്വാസത്തോടെ കർത്താവിനെ സമീപിക്കുക. രണ്ടാമതാണ് ഞാൻ പറഞ്ഞത്, ദൈവവചനത്തെ അനുസരിക്കുകയും എളിമയോടെ ദൈവസ്വരത്തെ സ്വീകരിക്കുകയും ചെയ്യുക. അതിനുള്ള ഉദാഹരണമാണ് നാമാനിൽ നമ്മൾ കണ്ടത്. ഇനി അടുത്തത്, രോഗം വരുമ്പോൾ നമ്മൾ കർത്താവിനെ വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തേ. യെശയ്യാ പ്രവാചകൻ 38-ാം അധ്യായം. ഹെസക്കിയാ രോഗിയാകുകയും മരണത്തോടടുക്കുകയും ചെയ്തു. അപ്പോൾ അവൻ്റെ രോഗം അത്ര കഠിനമായ രോഗമായിരുന്നു. അവൻ മരണത്തോടടുത്തു. ശാരീരിക രോഗം കഠിനമേറിയൊരു രോഗമായതുകൊണ്ട് അവൻ മരണത്തോടടുക്കുകയും ചെയ്തു. യെശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ച് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും. അപ്പം അതായിരുന്നു ദൈവിക പദ്ധതി, അതായിരുന്നു ദൈവസ്വരം, നീ മരിക്കും. കാരണം പ്രവാചകനിലൂടെ നൽകിയതാണ്, നീ മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല. അപ്പൊ ഹെസക്കിയ എന്നാ ചെയ്തേ? ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവെ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. അതാ പറഞ്ഞു, ദൈവമേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നിന്റെ ഇഷ്ടം അനുസരിച്ചല്ലോ ഇത്രയും നാളും ജീവിച്ചേ. പള്ളിയിലും പോയി പ്രാർത്ഥിച്ച് പാപം ചെയ്യാതെ തെറ്റ് ചെയ്യാതെ ഒക്കെ ജീവിച്ചിട്ട് എന്തിനാണ് എനിക്ക് മരണതുല്യമായ രോഗം തന്നത്? ഈ പറയുന്ന ഹെസക്കിയ കണ്ണുനീരോടെ നിലവിളിക്കാൻ തുടങ്ങി, വേദനയോടെ കരയാൻ തുടങ്ങി. നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ നല്ല പ്രാർത്ഥനയിലും ദൈവഭയത്തിലും ദൈവത്തോട് ചേർന്നും വിശുദ്ധ ജീവിതം നയിച്ച് എല്ലാ ദിവസവും പള്ളിയിലും പോയി കൃത്യമായ നമ്മുടെ കൗദാശിക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തൊക്കെ സമർപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മരണതുല്യമായ ഒരു രോഗം അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്ത വേദനയുണ്ടാകും. എന്നിട്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുകയോ ഇത്രയൊക്കെ പള്ളിയിൽ പോവുകയും ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ഈ വേദന തന്നെ? നീ എന്തിനാ എനിക്ക് ഈ രോഗം തന്നെ? എന്തിനാ നീ എന്നെ ഇത്ര കണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് സ്വാഭാവികമായിട്ടും നമ്മുടെ മാനുഷിക തലത്തിൽ നിൽക്കുമ്പോൾ നമ്മളത് ദൈവത്തോട് ചോദിക്കും. പക്ഷേ ഇത്രയും നാളും നമ്മെ പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലും ദൈവം ഒരുക്കിയത് ഈ രോഗത്തിൻ്റെ നടുവിലും ദൈവത്തോട് നാം ചേർന്നിരിക്കുമെന്നുള്ള ഒരു ധൈര്യം ദൈവത്തിനുള്ളത് കൊണ്ടാണ്. അങ്ങനെ വേണം പറയാനായിട്ട്. ദൈവത്തിന് നമ്മളെ അങ്ങനെ വിശ്വാസം രൂപപ്പെട്ടത് കൊണ്ടാണ്. ദൈവത്തിന് നമ്മളിലുള്ള വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. എന്നിട്ട് ശ്രദ്ധിക്കണേ, തീർന്നില്ല. യുവാക്കൾ പോലും 38-ാമത്തെ, അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ. അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. ഹെസക്കിയ എന്ത് ചെയ്തു? വേദനയോടെ കരഞ്ഞു. കണ്ണിന് പിടിച്ച് കാഴ്ചക്കുറവുണ്ട്. മറ്റേ വെള്ളെഴുത്തിൻ്റെ കസമൊക്കെ ആയതുകൊണ്ട് പഴയ പോലെ കണ്ണൊന്നും പിടിക്കുന്നില്ല, അതുകൊണ്ടാണ്. എന്താണ്? വേദനയോടെ കരഞ്ഞു. അപ്പോൾ
യേശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുൾപ്പാടുണ്ടായി. എന്താ ഉണ്ടായേ? നീ ചെന്ന് ഹെസക്കിയായോട് പറയുക, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ. നമുക്ക് കടന്ന് തമ്പുരാനും നിലവിളിക്കാനും കരഞ്ഞു പ്രാർത്ഥിക്കാനും തുടങ്ങി, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിന്റെ കണ്ണുനീര് ഞാൻ ദർശിച്ചു, ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കുന്നു. രാജാവിൻ്റെ ആയുസ് 15 വർഷം കൂടി കർത്താവ് നീട്ടിക്കൊടുത്തു. എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പല രോഗങ്ങൾ, കിഡ്നി ഫെയിലിയർ ആയവര്, ക്യാൻസർ രോഗികൾ. ഒരിക്കൽ ക്യാൻസർ വന്നിട്ട് കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകിയിട്ട് 10, 15, 20, 25 വർഷമൊക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ല, വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകുന്നു. പക്ഷെ ആ സമയത്ത് കടന്നുപോയ ഒരു ഭാരമുണ്ട്, ഒരു വേദനയുണ്ട്. കണ്ണുനീരോടെ നിലവിളിച്ച, ഉറക്കമില്ലാത്ത പല രാത്രികളിലൂടെയും കണ്ണുനീരിൻ്റെയും വേദനയുടെയും സങ്കടത്തിൻ്റെയും പെറുപെറുപ്പിൻ്റെയും പരാതിയുടെയും പല രാത്രികളും ഇന്നലകളിൽ കടന്നുപോയിട്ടുണ്ടാകാം. യെശയ്യായിലൂടെ കർത്താവ് പറഞ്ഞു, മോനെ ചെന്ന് പറയാൻ പറഞ്ഞു, എന്താ? നിന്റെ നിലവിളി, നിന്റെ കണ്ണുനീര് ഞാൻ കേട്ടു, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു, ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ നീട്ടിത്തന്നു എന്നാ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നിലവിളിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്കും മുമ്പിൽ കർത്താവ് നിൽക്കുകയും കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ലൂക്കാസ് വിശേഷക അതിൻ്റെ 18-ാം അധ്യായം വായിക്കുമ്പോൾ 35 മുതലുള്ള വചനങ്ങളിൽ, ലൂക്ക 18-ന്റെ 35 മുതലുള്ള വചനങ്ങൾ നമുക്കറിയാം. ബർത്തിമയൂസിന് കാഴ്ച നൽകുന്ന, സൗഖ്യം നൽകുന്ന, വഴിയോരത്തിരിക്കുക, അന്ധയാചകനാണ്, ഒന്നും കാണത്തില്ല. അവനിരുന്ന് കരയാനും യേശുവാണ് പോകുന്നത് അവൻ കേട്ടപ്പോൾ വിശ്വാസത്തോടെ വിളിച്ചു, കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. അപ്പം എന്താ ചെയ്തെന്നാ പറഞ്ഞ് വായിച്ച് കേട്ടേക്കുന്നേ? അവൻ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ എന്നാ സംഭവിച്ചേ? നിശബ്ദരായിരിക്കാൻ ആ വാക്ക് കണ്ടില്ലേ നിങ്ങൾ? പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു, മിണ്ടായിരിക്കാൻ പറഞ്ഞു. ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കില്ല. ഇവന്റെ ജീവിത പ്രശ്നമാണ്. ഇവൻ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാണ്. ഇവൻ അന്ധയാചകനാണ്, ഇവനൊന്നും കാണത്തില്ല. പക്ഷെ യേശുവാണ് പോകുന്നതെന്ന് കേട്ടു. യേശു ഇന്നലകളിൽ പലരുടെയും ജീവിതത്തിൽ സൗഖ്യം നൽകിയവരുടെ സാക്ഷ്യം ഇവൻ കേട്ടിട്ടുണ്ട് പലാവർത്തി. ഇതൊക്കെ അപ്പോൾ പലരുടെയും ജീവിതത്തിൽ അവൻ പ്രവർത്തിച്ചതൊക്കെ ഈ കഴിഞ്ഞ കുറേ നാളുകളിൽ ഇവൻ കേട്ടിട്ടുണ്ട്. യേശുവാണ് പോകുന്നത് അറിഞ്ഞപ്പോഴേ ഇവനെ നിലവിളിക്കാൻ തുടങ്ങി. എന്താ? അവൻ ഉറപ്പാണ് യേശുവിന് എന്നെ സുഖപ്പെടുത്താൻ പറ്റുമെന്ന്. അതിനെ നിലവിളിക്കാൻ തുടങ്ങി. മുമ്പേ പോയവരെ മിണ്ടാരടാ, മിണ്ടായിരിക്കാൻ പറഞ്ഞു. അവിടെ കടന്ന് കരച്ചില നിലവിളിയൊന്നും വേണ്ട, മിണ്ടായിരിക്കാൻ പറഞ്ഞു. അടുത്ത വചനം പറയാണ്, അവൻ കൂടുതൽ ഉച്ചത്തിൽ പറഞ്ഞു, അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. അതുകൊണ്ട് നമുക്ക് സൗഖ്യം കിട്ടണോ? നമ്മൾ മനുഷ്യരിലേക്കല്ല നോക്കണ്ട. മനുഷ്യർ ചിലപ്പോൾ നമ്മുടെ മനസ്സിന്റെ സൗഖ്യം കളയുന്നവരായിരിക്കും, അല്ലേ? അതല്ലേ നമ്മുടെ അനുഭവം? സൗഖ്യം തരുന്നതിന് പകരം നമ്മുടെ പലരുടെയും സൗഖ്യം കളഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂടെയുള്ളവർ തന്നെയാണ്. നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, നമ്മുടെ സൗഖ്യമൊക്കെ കളയുന്നവർ ഈ പറയുന്ന ആൾക്കാർ തന്നെ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും നമ്മുടെ സൗഖ്യം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും നമ്മുടെ സൗഖ്യം കളയുന്നവർ ഇവർ തന്നെയായിരിക്കും. ഇവന് കിട്ടാവുന്ന ഒരു സൗഖ്യത്തിന്റെ മുമ്പിൽ, ഏകാശ്രയത്തിന്റെ മുമ്പിൽ, ഇനി നാളെ യേശു ഇവന്റെ വഴിയിലൂടെ നടക്കോ ഇല്ലെന്നൊന്നും അറിയില്ല. അപ്പൊ അവന് കിട്ടിയ ഏക ചാൻസാണ്, അവന് രക്ഷപ്പെടാൻ സൗഖ്യം കിട്ടാൻ. അപ്പൊ അവൻ നല്ല ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അപ്പൊ കണ്ടു നിന്നവർ കേട്ടു നിന്നവരൊക്കെ അവർക്ക് കാഴ്ചയുണ്ടല്ലോ, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവർ മിണ്ടായിരിക്കാൻ പറഞ്ഞു. അവൻ മനുഷ്യന്റെ വാക്ക് കേട്ടില്ല. നാട്ടുകാരും വീട്ടുകാരും മറ്റുള്ളവരും കൂടെ നിന്നവരും ഈ ജനം പറഞ്ഞതൊന്നും അവനെ തളർത്തിയില്ല, അവനെ അസ്വസ്ഥപ്പെടുത്തിയില്ല. അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. നമ്മളാണെങ്കിൽ മനുഷ്യൻ പറയുന്ന ഓരോ വാക്കും നമ്മളെ തളർത്തിയനെ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് മതി നമ്മുടെ ജീവിതം തളരാൻ. എന്നിട്ട് പറയും, അവരെന്നോട് അങ്ങനെ കാണിച്ചു, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, എൻ്റെ മനസ്സ് തളർന്നു, എൻ്റെ മനസ്സ് മടുത്തു, അപ്പൻ അങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞു, ജീവിത പങ്കാളി ഇങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് തീർന്നു. പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചില ജീവിതങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ
ചുറ്റും നിന്ന് ജനസമൂഹം മുഴുവനും ഇവനെ ശകാരിക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്ത് പറഞ്ഞപ്പോ ഇവരെക്കാളൊക്കെ ഉപരി ശബ്ദത്തിൽ അവൻ ഉച്ചത്തിൽ വിളിച്ചു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ഇവന്റെ സ്വരം യേശു കേട്ടുവന്ന്. അപ്പോ ബാക്കിയുള്ളവരുടെ ഈ ജനസമൂഹത്തിന്റെ ഒച്ചപ്പാടിന്റെ ബഹളത്തിന്റെ നടുവിൽ ഇവന്റെ സ്വരം കേൾക്കണമെങ്കിൽ അവൻ എത്രമാത്രം ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചിട്ടുണ്ടാകും. മാനുഷികമായി നിന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി മാറ്റിയിട്ടല്ലേ അവൻ ദൈവത്തെ വിളിച്ചേ. കർത്താവിങ്കിലേക്ക് എത്താൻ സാധ്യത നഷ്ടപ്പെടുത്തുന്ന സകല മറ്റുള്ളവരുടെ വാക്കുകളും മുറിപ്പെടുത്തുന്ന, തളർത്തുന്ന, ശകാരിക്കുന്ന, തടഞ്ഞു കളയുന്ന, മനസ്സിന് വേദന തരുന്ന സകലതും അവൻ തട്ടിമാറ്റി. അവൻ അതിലേക്ക് ഒന്നും ശ്രദ്ധിച്ചില്ല. നമ്മളിങ്ങനെ അത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അവിടെ നമുക്ക് വളരാൻ പറ്റാത്ത, നമുക്ക് ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിൽ വൈകാരികമായൊന്നും വളർച്ചയില്ലാത്തതിന് കാരണം എന്താണെന്നറിയാം? മനുഷ്യൻ പറയുന്ന വാക്കുകളാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്താനും ജീവിതത്തെ തളർത്താനും ജീവിതത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയൊക്കെ ഇല്ലാതാക്കാൻ തക്ക വിധത്തിൽ നമ്മളിതിങ്ങനെ നിരന്തരം സ്വീകരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അതിന്റെ നിരാശയിലും സങ്കടത്തിലൊക്കെ കഴിയും. അപ്പോ കർത്താവ് കേൾക്കുന്ന സ്വരത്തിൽ ഇവൻ നിലവിളിക്കാൻ തുടങ്ങി. അടുത്ത വചനം പറയുന്നത് എന്നാണെന്നറിയാവോ? യേശു അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഇവന്റെ നിലവിളിക്ക് മുമ്പിൽ യേശു നിന്നു. ഹല്ലേലൂയ. നിൽക്കുക മാത്രമല്ല, അവനെ കൊണ്ടുവന്നിട്ട് നിനക്ക് എന്നാ വേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് സൗഖ്യം വേണമെന്ന് പറഞ്ഞു. എൻ്റെ കാഴ്ച വീണ്ടും കിട്ടണം. കർത്താവിന് സൗഖ്യം കൊടുത്തു. മനുഷ്യന്റെ നിലവിളിക്ക് മുമ്പിൽ എന്നും നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹൃദയം വിങ്ങി ചങ്ക് പൊട്ടി തമ്പുരാന്റെ മുമ്പിൽ കരഞ്ഞാൽ മക്കളെ, ആ കണ്ണുനീരിന് കർത്താവ് പ്രതിഫലം തരും. ഒരു സംശയവും വേണ്ട. ആരൊക്കെ ആത്മാർത്ഥതയോടെ, ഹൃദയ പരമാർത്ഥതയോടെ തമ്പുരാന്റെ മുമ്പിൽ ചങ്കുപൊട്ടി ചങ്കുലയ്ക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ ഹൃദയം തുറന്ന് ദൈവമേ എന്നൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണ് കർത്താവിൻ്റെ മുമ്പിൽ ഒരു തുള്ളി വീഴാൻ, കണ്ണുനീർ വീഴാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥതയോടെ വിളിയാണെങ്കിൽ സ്വർഗത്തിന് മാനിക്കാതിരിക്കാൻ പറ്റില്ല, കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അപ്പസ്തോലന്മാര് കർത്താവിൻ്റെ കൂടെ തോണിയിൽ യാത്ര ചെയ്യുക. ഈശോ അമരത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. കാറ്റുണ്ടായി, കോളുണ്ടായി, വഞ്ചി ആടി ഉലയാൻ തുടങ്ങി. ഇത്രയൊക്കെ ആടി ഉലഞ്ഞിട്ടും യേശു എഴുന്നേറ്റില്ല. നല്ല ഉറക്കമാണ് പുള്ളി. അപ്പസ്തോലന്മാരൊക്കെ ആണെങ്കിൽ എഴുന്നേറ്റിട്ട് അയ്യോ ഞങ്ങൾ ചാകാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള സകല വഴികൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇത്രയൊക്കെ അസ്വസ്ഥത ഉണ്ടായിട്ടും യേശു ഉണർന്നില്ല. അവൻ ശാന്തമായിട്ട് അവനത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അപ്പസ്തോലന്മാര് നിലവിളിച്ചു, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോഴാ കർത്താവ് എഴുന്നേറ്റ്. ഈ കടൽ മുഴുവനും ആടിയുലയാൻ തുടങ്ങിയപ്പോഴും, വലിയ തിരമാലകൾ അടിച്ചപ്പോഴും, വഞ്ചി കടന്നിങ്ങനെ ഒന്നും യേശു എഴുന്നേറ്റില്ല. പക്ഷേ തൻ്റെ അപ്പസ്തോലന്മാരുടെ നിലവിളിക്ക് മുമ്പിൽ അവൻ എഴുന്നേറ്റു. കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കി. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ നിലവിളിക്ക് മുമ്പിൽ, നമ്മുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മെ സുഖപ്പെടുത്താൻ പറ്റും. വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തി കാണാൻ സാധ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അടുത്തത്, പാപം ഏറ്റുപറഞ്ഞ് അനുതാപവും മാനസാന്തരവും എടുത്താൽ പാപം മൂലം വന്ന രോഗങ്ങൾക്ക് കർത്താവ് സൗഖ്യം തരും. നമ്മുടെ പാപത്തിന് നമ്മെ രോഗിയാക്കാൻ പറ്റും. സങ്കീർത്തനം 107:17 വായിച്ചേ. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. അവർ തങ്ങളുടെ അകൃത്യങ്ങളാൽ ദുരിതത്തിലായി. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി. പാപം ചെയ്തേ ചിലർ രോഗികളായെന്ന് മാത്രമല്ല, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലുമായി. എന്നിട്ട് പറയാണ്, എല്ലാ ഭക്ഷണത്തെയും വെറുത്തു അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. ഇനി നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിലേക്ക് ഒന്ന് വരാമോ? പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്.
38 വർഷം തളർന്നു പോയവനോട് പറയണം, നീ ഇനി ഇതിലും മോശമായത് സംഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുതെന്ന്. ഹല്ലേലൂയ. അപ്പോ അവന്റെ പാപമാണ് അവന്റെ ശരീരത്തെ തളർത്തിയത്. 38 വർഷം അവന്റെ ശരീരം തളർന്നു പോകാനുള്ള കാരണം പാപമാണ്. അതുകൊണ്ട് പറഞ്ഞ് ഇതിലും മോശമായത് സംഭവിക്കാതിരിക്കാൻ പാപം ചെയ്യരുത്. എത്രയോ പേര് പാപത്തിന്റെ പരിണത ഫലമായി ഇന്ന് ശരീരത്തിൽ രോഗങ്ങൾ കൊണ്ട് നടക്കുന്നവരുണ്ട്. അതുകൊണ്ടാണല്ലോ ധ്യാന കേന്ദ്രങ്ങളിൽ, കൺവെൻഷൻ സെന്ററുകളിൽ ഒക്കെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു കാരണം, ശാരീരിക സൗഖ്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഒരു കാരണം, ആ ശാരീരിക രോഗത്തിൻ്റെ പിന്നിലുള്ള കാരണം പാപത്തിൻ്റെ കണക്കാണെങ്കിൽ, പാപം ഉപേക്ഷിക്കുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ, അനുദപിക്കുമ്പോൾ, പാപം ഏറ്റുപറയുമ്പോൾ പാപത്തോടു കൂടെ പ്രവേശിച്ച രോഗങ്ങൾക്കും കർത്താവ് സൗഖ്യം തരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ശനിയാഴ്ചയും പല ആവർത്തി പറയാറുള്ളത്, നിങ്ങൾ വരുമ്പോൾ അവിടെ കുമ്പസാരക്കൂട്ടിൽ വൈദികർ ഇരിപ്പുണ്ട്. കുമ്പസാരിച്ചിട്ട് നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ വരിക. വിശുദ്ധമായത് വിശുദ്ധിയോടുകൂടി സ്വീകരിക്കുന്നവർ ആരാകും? വിശുദ്ധരാകും. അപ്പോ പാപം ഉപേക്ഷിച്ച് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പ് നിലവിളിക്കുമ്പോൾ, പാപത്തെ പൂർണ്ണമായിട്ടും വിച്ഛേദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയ പരമാർത്ഥതയോടെ, ഹൃദയത്തിൻ്റെ പരിശുദ്ധിയോടെ, നിഷ്കളങ്കമായ ഹൃദയത്തോടും പവിത്രമായ കരങ്ങളോടും കൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കുമ്പോൾ, കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. അതുകൊണ്ട് പാപത്തിൻ്റെ സ്വാധീനം, പാപത്തിൻ്റെ ഒരു പരിണത ഫലമാണ്, പാപത്തിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്. പാപം നമ്മെ രോഗിയാക്കി മാറ്റും, ശരീരത്തിൽ രോഗം കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പം അത് അനുദപിക്കാതെ തുടർന്ന് കഴിഞ്ഞാൽ ആ രോഗത്തിൽ നമ്മൾ തുടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, മോനെ, പാപം കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ ഇനിമേൽ പാപം ചെയ്യരുത്. ഇനി യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വചനം നിർത്തേ. യാക്കോബിന്റെ ലേഖനം 5:16. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി, സൗഖ്യം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്, സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പരസ്പരം നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുക. സൗഖ്യം കിട്ടാൻ വേണ്ടി പാപങ്ങൾ ഏറ്റുപറയേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തത് സൗഖ്യം കിട്ടാനുള്ള കർത്താവ് തന്നിരിക്കുന്ന വഴിയാണ്. ഈ യാക്കോബിൻ്റെ ലേഖനം തന്നെ 5-ാം അധ്യായം അതിൻ്റെ ഒരു 14 മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കാമോ? 14 മുതൽ. നിങ്ങൾ ആരെങ്കിലും രോഗികളാണെങ്കിൽ അവരെന്ത് ചെയ്യണം? സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സഭയിലെ ഏറ്റവും വിശിഷ്ടമായൊരു ശുശ്രൂഷയാണ് ഈ തൈലാഭിഷേക പ്രാർത്ഥന. കർത്താവിൻ്റെ വചനം പറഞ്ഞതാണ്, നിങ്ങളിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ. എന്നിട്ട് പറയാണ്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവന് മാപ്പ് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സൗഖ്യം കിട്ടുമ്പോൾ രോഗികളൊക്കെ ആകുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊരു കുമ്പസാരമൊക്കെ നടത്തി ഒരു കൈവപ്പ് പ്രാർത്ഥന, ഒരു തൈലാഭിഷേക പ്രാർത്ഥന, അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തിലുള്ള ഒരു കൈവപ്പ് പ്രാർത്ഥന നിങ്ങൾ സ്വീകരിക്കുക. ശക്തമായ പ്രാർത്ഥനയാണ്. അപ്പസ്തോലിക പാരമ്പര്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെ പോലും അഭിഷേകമായിട്ട് നൽകിക്കൊണ്ടിരുന്ന കൈവപ്പ് പ്രാർത്ഥനയിലൂടെയാണ്. അപ്പസ്തോലന്മാർ അഡീഷണലായിട്ട് ആടിയും അവരുടെ മേൽ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ഒരു കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. തിമോഥെയോസ് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കൈവപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ച വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും രോഗികളാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ നിങ്ങളുടെ ശിരസിൽ തൈലം പൂശി കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ.
സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ സാക്ഷ്യങ്ങളുണ്ടെന്നറിയാം. ഇതുപോലെ ഒരു കൈവ പ്രാർത്ഥന നടത്തിയിട്ട് ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് സൗഖ്യം പ്രാപിച്ച എത്രയോ സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ടെന്നറിയാമോ? കാരണം ഇത് കർത്താവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത്, യേശുവിൻ്റെ നാമത്തിലാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവമാണ് സുഖപ്പെടുത്തുന്നത്, മനുഷ്യനല്ല. ദൈവമാണ് സുഖപ്പെടുത്തുന്നത്. കർത്താവ് സുഖപ്പെടുത്തുന്ന ദൈവമാണ്. അപ്പോൾ നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ വിശ്വാസം ഹൃദയം കൊണ്ട് നമ്മൾ ആദ്യം ഏറ്റെടുക്കുന്നു. ആ കർത്താവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായ വിശ്വാസത്തോടെ ഈശോ ഇവനെ ഇവളെ സുഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്. ഇനി അവരത് വിശ്വസിച്ച് ഏറ്റെടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ ഒരു പാപത്തെ ഉപേക്ഷിച്ച് അവരാ സൗഖ്യം എടുത്താൽ മതി. അപ്പോൾ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ കർത്താവ് നമുക്ക് സൗഖ്യം തരും, അല്ലെങ്കിൽ തൈലം പൂശിയുള്ള പ്രാർത്ഥനയിലൂടെ കർത്താവ് നമുക്ക് സൗഖ്യം തരും. ഇനി അടുത്ത ഒരു സൗഖ്യത്തിൻ്റെ വഴിയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തിൽ ജന്മനാ മുടന്തനായ ഒരുവനെ പത്രോസ് സുഖപ്പെടുത്തുന്ന കാണുന്നുണ്ട് അല്ലേ? അവൻ ജന്മന മുടന്തനായിരുന്നു. അവൻ എത്ര വയസ്സുണ്ടായിരുന്നു? ജന്മനാ മുടന്തനായിരുന്നു. പത്രോസ് അവനെ സുന്ദര കവാടത്തിൽ വെച്ച് കണ്ടു. അവൻ വിചാരിച്ചു ഇപ്പം എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് കൈ നീട്ടി. പത്രോസ് അധികാരത്തോടെ അവൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സ്വർണമില്ല, വെള്ളിയില്ല, പക്ഷെ ഒരു നാമമുണ്ട്, അധികാരമുള്ള നാമം, രോഗത്തിൻ്റെ മേൽ അധികാരമുള്ള ഒരു നാമമുണ്ട്, യേശു എന്ന നാമം. ആ നാമത്തിൽ കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് നടക്കുക. ഹല്ലേലൂയ. യേശു നാമത്തിൻ്റെ ശക്തി നമുക്ക് സൗഖ്യം തരും. അത് അധികാരത്തോടെ യേശു നാമത്തിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമല്ല. നമുക്കൊരു അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ, നമുക്ക് ഒരു മാനസിക അസ്വസ്ഥതയും ചില രോഗങ്ങളൊക്കെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടൊക്കെ ചില രോഗങ്ങളൊക്കെ നമ്മൾ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ, ചില ശുശ്രൂഷ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ ഒരു സെൽഫ് ഡെലിവറൻസ് ഹീലിംഗ് എടുക്കും. കർത്താവിൻ്റെ നാമത്തിൽ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അധികാരത്തോടെ നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ച്, തലയിൽ കൈയൊക്കെ വെച്ച് നമ്മൾ ഇതിനോട് പ്രാർത്ഥിക്കും, ബ്രേക്ക് ചെയ്തിട്ട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഓക്കെ, ഇത്രയും നാള് ശുശ്രൂഷകൾ ചെയ്തിട്ട് തമ്പുരാൻ അത്ഭുതകരമായിട്ട് ഒരു ശുശ്രൂഷയ്ക്കും തടസ്സം കൂടാതെ നമ്മൾ നടത്തിയില്ലേ? ഒരു തലവേദന വന്നാൽ പോരെ, ഒരു വയറുവേദന വന്നാൽ പോരെ, വേണ്ട ഒരു വയറിളക്കം വന്നതന്നെ ചെയ്യും. ഒന്നാലോചിച്ചൊക്കെ, ഒരു വയറിളക്കം വന്നതന്നെ ചെയ്യും. ഞാൻ 5 മിനിറ്റ് ഇടപെട്ട് ഓടിക്കൊണ്ടിരിക്കും അല്ലേ? ഇത്രയും നാളുകൾ ദൈവം പരിപാലിച്ചില്ലേ? ദൈവം നടത്തിയില്ലേ? നമ്മുടെ ശുശ്രൂഷകൾക്ക് തടസ്സമായി വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ അധികാരം എടുത്താണ് നമ്മൾ ശുശ്രൂഷയിൽ നിൽക്കുന്നത്. ദൈവം നമ്മളെ പരിപാലിക്കും. അപ്പോൾ പത്രോസ് വന്നപ്പോൾ ഇവൻ ജന്മനാ മുടന്തന. 4-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവന് 40-ലേറെ വയസ്സുണ്ടായിരുന്നു എന്ന്. അതായത് 40 വർഷത്തിലധികമായിട്ട് ഇവൻ മുടന്തനാണെന്ന്. 40 വർഷത്തിൽ അധികമായിട്ട് ഇവൻ മുടന്തനാണ്. നമ്മളിൽ പലരും ശരീരത്തിന് മുടന്തില്ലെന്നേ ഉള്ളൂ. ചിലരായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെയൊക്കെ മനസ്സ് മുടന്ത് മാത്രമല്ല, മനസ്സ് ഇടിഞ്ഞും ഒടിഞ്ഞും കുഴിയിൽ അടക്കം ചെയ്യപ്പെട്ട മനസ്സുകളെ കാണുന്നുണ്ട്. നിരാശയ്ക്ക് കടിമപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ, ഒരു പ്രത്യാശയില്ല, ജീവിക്കാൻ പോലും താല്പര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ചത്ത കളഞ്ഞാൽ മതി, ആത്മഹത്യ ചെയ്താൽ മതി, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, ഞാനിങ്ങനെ ആയതിന് കാരണം, ഒരു 100 കാരണങ്ങളും പറഞ്ഞ് ഒരു 4-5 പേരെ വിധി കൽപ്പിച്ച് ഇങ്ങനെ ജീവിതം ചുമ്മാ ഇരുന്ന് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, കാരണം ഇവരാണ്, അവരാണ്. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്. ജീവിതാനുഭവങ്ങളോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ ജീവിതത്തെ പിടിച്ചുയർത്തുന്നത്. നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ സങ്കടങ്ങളും വേദനകളും തകർച്ചകളും നൊമ്പരങ്ങളും പരാജയങ്ങളും രോഗപീഠകളും അസ്വസ്ഥതകളും വേട്ടയാടുമ്പോഴും അതിൻ്റെ മീതെ സഞ്ചരിക്കാനുള്ള ദൈവകൃപയും ദൈവശക്തിയോടും നമ്മൾ പ്രത്യുത്തരിക്കുമ്പോൾ, ദൈവസ്നേഹത്തോട് നമ്മൾ പ്രത്യുത്തരിക്കുമ്പോൾ, ആ വിഷയത്തിൽ നമ്മൾ അതിജീവിച്ചു പോകുന്നതിന് കാരണം യേശു ലോകത്തെ ജയിച്ചവനായതുകൊണ്ടാണ്. യേശു ലോകത്തെ ജയിച്ചവനാണ്. അതുകൊണ്ടാണ് ലോകം വെച്ച് നീട്ടുന്ന പ്രതിസന്ധികളുടെ മീതെ ഒരു ആത്മീയ മനുഷ്യൻ ആ ജലത്തിൻ്റെ മീതെ പത്രോസ് നടന്നതുപോലെ, കടലിൻ്റെ മീതെ പത്രോസിലേക്ക് ഇറങ്ങി നടന്നതുപോലെ
അത്ര ആഴമേറിയ പ്രശ്നത്തിൻ്റെ മീതെ ഒരു ആത്മീയ മനുഷ്യൻ നടന്നു പോകുന്നതിന് കാരണം അവൻ കർത്താവിൻ്റെ നാമത്തിൻ്റെ അധികാരവും ആ സ്നേഹത്തിൻ്റെ ശക്തിയിലും സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ തരാനായിട്ട് നീ എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, സ്വർണവും വെള്ളിയും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളുടെ കയ്യിൽ ഒരു നാമമുണ്ട്, യേശു എന്ന നാമം. ഈ നാമമാണ് ഞങ്ങളെ ബലപ്പെടുത്തിയത്. ഞങ്ങളെ മുക്കുവന്മാരായിരുന്നു. രണ്ടുപേരുടെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾക്ക് ഭയമായിരുന്നു. പരിചാരികയുടെ മുമ്പിൽ ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ട് യേശുവിനെ. പത്രോസ്, എൻ്റെ ഇന്നലകളിൽ എന്തായിരുന്നു ഞാനെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ നീ എക്സ്പെക്റ്റ് ചെയ്യുന്നതൊന്നും തരാനില്ല, പക്ഷേ എന്നെ ഞാനാക്കി മാറ്റിയ, എനിക്ക് ഇത്രയും ധൈര്യം തന്ന, എന്നെ ബലപ്പെടുത്തിയ ആ നാമം എനിക്കറിയാം. ആ നാമത്തിൽ ഞാൻ സൗഖ്യം പ്രാപിച്ചവരാണ്. ആ നാമത്തിൽ ഞാൻ അത്ഭുത വിടുതൽ ആ നാമത്തിൽ ഞാൻ ശക്തി ഉണ്ട്. ആ നാമത്തിൽ അധികാരത്തോടെ ആ നാമത്തിൽ ജന്മനാ മുടന്തനായവനെ ഈ പത്രോസ്ലിഹ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൻ തക്ഷണം സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അധികാരത്തോടെ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് സൗഖ്യം കിട്ടും. പിന്നെ അനുദിന ജീവിതത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സൗഖ്യം ഏറ്റെടുക്കാനുള്ള ഒരു പ്രാർത്ഥനാ ശൈലിയാണ് നമ്മൾ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ വചനം ഏറ്റുപറഞ്ഞ് ബൈഹാർട്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനൊരു പുസ്തകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓഫീസിൽ. 50 രൂപ വിലയുള്ളൂ. എന്നായിരുന്നു? 40 സന്ദർഭങ്ങളിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന 5 വചനങ്ങൾ വെച്ച്. രോഗം വരുമ്പോൾ, പിന്നെ തളർച്ച വരുമ്പോൾ, നിരാശ വരുമ്പോൾ, ആത്മഹത്യാ പ്രവണത വരുമ്പോൾ, കടബാധ്യത വരുമ്പോൾ, ക്യാൻസർ വരുമ്പോൾ, അനർത്ഥകാലം വരുമ്പോൾ, തടസ്സങ്ങൾ നേരിടുമ്പോൾ, അങ്ങനെ 40 മക്കളില്ലാത്തപ്പോൾ 40 സന്ദർഭങ്ങളിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള 5, അതായത് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടത് 5 മാത്രം എടുത്ത് വെച്ചേക്കുന്നത്. ഒത്തിരി വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് ആ സന്ദർഭങ്ങളെ അതിജീവിക്കാനുള്ള വചനം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് രോഗം വരുമ്പോഴും നമ്മൾ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്നൊരു വചനം പഠിപ്പിച്ചില്ലേ? അപ്പോൾ അതുള്ളിൽ ബൈഹാർട്ട് ചെയ്ത് കിട്ടിയാൽ, പുറപ്പാട് 15:26 അതുള്ളിൽ കിട്ടിയാൽ പറ എന്ത് സംഭവിക്കും? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പോൾ ആ രോഗം വരുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ആ വചനം ഞാൻ ഏറ്റു പറയുക. യെശയ്യാ 53:5 എന്നാ? അവൻ്റെ ക്ഷതങ്ങളാൽ എനിക്ക് സൗഖ്യമുണ്ട്, അവൻ്റെ ക്ഷതങ്ങളാൽ എനിക്ക് സൗഖ്യമുണ്ട്. ജെറമിയ 17:14 എന്നതാ? ഇന്ന് പഠിപ്പിച്ചതാ. ജെറമിയ 17:14 കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങയിൽ മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഞാൻ 16:12 മരുന്നോ ലേപന ഔഷധമോ അല്ല, കർത്താവിൻ്റെ വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്നത്. 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്. അപ്പം നമ്മളെ സുഖപ്പെടുത്താൻ കർത്താവ് ഈ വചനം നമ്മൾ ഏറ്റു പറയണമെങ്കിൽ നമ്മളിതെല്ലാ സമയത്തും കൊണ്ടു നടക്കാൻ പറ്റും. എന്ത് ചെയ്താൽ? നമ്മൾ ആ വചനം ബൈഹാർട്ട് ചെയ്താലും, വചനം നമ്മളിൽ മാംസം ധരിക്കാൻ അനുവദിച്ചാൽ, നമ്മൾ പോകുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഈ വചനം നമുക്കുള്ളിൽ ഏറ്റുപറയാൻ പറ്റും. ഭയങ്കരമായ സൗഖ്യം തരുന്ന പ്രാർത്ഥനയാണ് വചനം ഏറ്റു പറഞ്ഞുള്ള പ്രാർത്ഥന. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കാര്യം ഒരു പ്രാർത്ഥനാ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. വചനാഭിഷേക പ്രാർത്ഥനകൾ 33 പ്രാർത്ഥനകളുണ്ട്. മുഴുവൻ വചനം, വേറൊന്നുമില്ല. ഒരു വചനത്തിൽ നിന്ന് അടുത്ത വചനം, ഒരു വചനത്തിൽ നിന്ന് അടുത്ത, ഒരു പ്രാർത്ഥനയിൽ തന്നെ 100 വചനം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ 33 പ്രാർത്ഥനകൾ. അത് ഭയങ്കര പവർഫുള്ളാണ്. വചനം ഏറ്റു പറഞ്ഞ് കാരണം വചനം തന്നെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു വചനത്തിൽ നിന്ന് മറ്റൊരു വചനത്തിലേക്ക്. വചനം അത് ദൈവത്തിൻ്റെ സ്വരമല്ലേ? ഉണ്ടാകട്ടെ എന്നുള്ള ദൈവത്തിൻ്റെ സ്വരമല്ലേ ലോകം മുഴുവൻ ഉണ്ടായത്, സൃഷ്ടിച്ചത്. ലാസറെ പുറത്ത് വരിക, ലാസർ കം ഔട്ട്. ഈ സ്വരമല്ലേ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന കല്ലറയ്ക്കുള്ളിൽ നിന്നും ലാസറിനെ ജീവനോടെ പുറത്തു കൊണ്ടുവന്ന്. നമ്മൾ ജെറുസലേമിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ ലാസറിൻ്റെ ആ അടക്കം ചെയ്ത വിശുദ്ധനാട് പോകുമ്പോൾ ആ കല്ലറയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. വലിയൊരു, ഞാൻ അവർക്ക് ദൈവമേ ഈ ലാസർ ഇതിനുള്ളിൽ നിന്ന് എങ്ങനെ പുറത്തു വരും? ആ കല്ലൊക്കെ വെച്ച് അടച്ചു കഴിഞ്ഞാൽ വലിയൊരു ഗുഹ പോലത്തെ സെറ്റപ്പാണ്. നമ്മൾ തന്നെ അതിനകത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കയറി വരാൻ ബുദ്ധിമുട്ടാണ്.
ജീവനുള്ള നമ്മൾ കേട്ടോ. ചില സമയത്തൊന്നും ഞാൻ പോയാൽ അതിനകത്ത് ഇറങ്ങാറില്ല. വെറുതെ ഈ തലകുത്തി അതിനുള്ളിലേക്ക് ഇറങ്ങി കയറേണ്ട കാര്യമില്ല. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പോയതാണല്ലോ. ഈ ആദ്യമായിട്ട് പോകുന്നവർക്ക് അവസാനമായിട്ട് പോകുന്നവർക്ക് ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ അമ്മച്ചിമാർക്കൊക്കെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കയറണം. ഞാൻ പറയും, ഇത് വെറുതെ ഇത്ര കഷ്ടപ്പെട്ട അതിനകത്ത് കയറത് ഇത്രേ ഉള്ളൂ, ഇങ്ങനെ നോക്കിയാൽ കാണാവുന്നുള്ളൂ. ആ ലാസറിനെ കടത്തിയ ഗുഹ പോലെ ഒരു സ്ഥലമുണ്ട്, അതിന് ചെറിയൊരു തുളയെ കൂടി അതിനുള്ളിലേക്ക് ഇറങ്ങണം. കുറേ സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ ചെന്നിട്ട്, അച്ചോ ഇനിയിപ്പോൾ ഞങ്ങൾ വരുന്നില്ലല്ലോ അച്ചോ, എന്നാൽ പിന്നെ ഇറങ്ങിക്കോളാൻ പറയും. ഇതിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ വലിച്ച് ചവിട്ടി പിടിച്ചാൽ കയറ്റേണ്ടി വരും. നിസ്സാര വെയിറ്റ് ഒന്നുമല്ല ചിലരൊക്കെ. എന്നാലും പിന്നെ ഇറങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് ഇറക്കി വിടും. അത്ര അതിനുള്ളിൽ നിന്നും ലാസറെ പുറത്തു വരിക എന്ന് പറയുന്ന ദൈവസ്വരമുണ്ടല്ലോ, ദൈവത്തിന്റെ വചനമുണ്ടല്ലോ. ആ വചനം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നു. അവന്റെ സ്വന്തം കൂടപ്പുറം പറഞ്ഞെന്നറിയാവോ, കർത്താവേ ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും, ഇത് 4-ാം ദിവസമാണ്. 4-ാം ദിവസം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സമയം. കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് 3 ദിവസം ആത്മാവ് ശരീരത്തിൽ നിൽക്കും, അവരുടെ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച്. അപ്പൊ 4-ാം ദിവസം എന്ന് പറഞ്ഞാൽ ആ സാധ്യതയും നഷ്ടപ്പെട്ടു. ശരീരത്തിൽ നിന്ന് ആത്മാവ് പൂർണ്ണമായും വേർപെട്ടു. ശരീരം ഇങ്ങനെ ചീഞ്ഞളിയാൻ നശിക്കാനൊക്കെ തുടങ്ങുന്ന സമയമാണ്. അതുകൊണ്ടാണ് മാർത്ത പറഞ്ഞു, കർത്താവേ ഇത് 4-ാം ദിവസമാണ്, ദുർഗന്ധം വമിക്കുന്നുണ്ടാകും. അവളോട് കർത്താവ് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എത്രയോ ജീവിതങ്ങൾ, എത്രയോ ഇന്നലകളിൽ അനേകരുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിൽ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളിൽ പലരും ഇതുപോലെ ദുർഗന്ധം വമിക്കുന്ന ജീവിതത്തിന്റെ ഇന്നലകളിലൂടെ കടന്നു പോയിട്ടില്ലേ? അവിടെ ദൈവത്തിന്റെ സ്വരമല്ലേ, ദൈവത്തിന്റെ വചനമല്ലേ, ദൈവത്തിന്റെ സ്നേഹമല്ലേ നമ്മളെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നേ? ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്, നമ്മുടെ തലമുറകൾ, നമ്മുടെ ഭവനം, എന്തെല്ലാം രീതിയിലുള്ള അസ്വസ്ഥതകളുടെ, സങ്കടങ്ങളുടെ, തകർച്ചകളുടെ, പട്ടിണിയുടെ, ദാരിദ്ര്യത്തിന്റെ ഒക്കെ ഇന്നലകളിലൂടെ കടന്നുപോയി അവിടെ നിന്ന് ദൈവത്തിലുള്ള വിശ്വാസവും പ്രാർത്ഥനയും ആശ്രയത്വം ഒക്കെ അല്ലേ നമ്മളെ ഇന്നും ജീവിച്ചിരിക്കാൻ, ജീവനോടെ ഇരിക്കാൻ ശക്തി തന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലും ജീവൻ നൽകാൻ കർത്താവിന് പറ്റും. ഏത് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ, നിന്റെ ഇന്നലകളിൽ പാപത്തിന്റെ ദുർഗന്ധം ഉണ്ടാകാം, അശുദ്ധിയുടെ ദുർഗന്ധം നിന്റെ ജീവിതത്തിലുണ്ടാകാം, നിരാശയുടെയും ആകുലതയൊക്കെ ഉണ്ടാകാം, പ്രത്യാശയില്ലാത്തത്, ദൈവനിഷേധത്തിന്റെ, നിരീശ്വരവാദത്തിന്റെ എല്ലാം. ഈ ദുർഗന്ധം വമിക്കുന്ന ഏതവസ്ഥയിലും ദൈവത്തിന് നിനക്ക് ജീവൻ തരാൻ പറ്റും. അവൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഹല്ലേലൂയ. ഈശോ ഞാൻ വന്നത് ജീവൻ തരാനാണ്, ജീവൻ തരാൻ, കളയാനല്ല, ജീവൻ തരാൻ. ജീവൻ തരാൻ മാത്രമല്ല, അതിൻ്റെ സമൃദ്ധി, ജീവനുണ്ടാകാനും അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുക എന്നുള്ളതല്ല, ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സർവ്വത്തിൽ പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 107-ാം സങ്കീർത്തനം 20-ാമത്തെ വചനം നാം വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, വചനമയച്ച് അവിടെ നിന്ന് അവരെന്ത് ചെയ്തു? 107:20 അവിടെ നിന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. വചനമയച്ച് അവിടെ നിന്ന് സൗഖ്യമാക്കി. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടിയും നമ്മുടെ മറ്റാർക്കെങ്കിലുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വചനമയച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കായി സൗഖ്യം നൽകപ്പെട്ട വഴിയാണ് യേശുവിൻ്റെ രക്തം. ഈശോയുടെ രക്തത്തിലൂടെയാണ് നാം സൗഖ്യം പ്രാപിച്ചത്. അവൻ്റെ മുറിവിലൂടെ, അവൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെയാണ് നാം സൗഖ്യം പ്രാപിച്ചത്. അതുകൊണ്ട് നിരന്തരമായി യേശുവിൻ്റെ രക്തം നമ്മുടെ മേൽ അപ്ലൈ ചെയ്യുക. ബൈ ഫെയ്ത്ത്, വിശ്വാസത്തിൽ അപ്ലൈ ചെയ്യുക. വിശ്വാസത്തിൽ യേശുവിൻ്റെ രക്തം അപ്ലൈ ചെയ്യുക. രോഗാവസ്ഥകളിലേക്ക് യേശുവിൻ്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുക. ശരീരത്തിൽ രോഗങ്ങളുണ്ടോ, ആ രോഗങ്ങളിലേക്ക് യേശുവിൻ്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ തിരുരക്തം കൊണ്ട് എൻ്റെ ഈ ശരീരഭാഗത്തെ കഴുകണമേ. എൻ്റെ ക്യാൻസർ ബാധിതമായ ട്യൂമറുകളുള്ള, അസ്വസ്ഥപ്പെടുത്തുന്ന ഈ സ്കിന്നിൻ്റെ അസ്വസ്ഥതകളുള്ള ഈ രോഗത്തിലേക്ക് ഈശോയെ നിൻ്റെ രക്തം ഒഴുക്കി സുഖപ്പെടുത്തണമേ. നിൻ്റെ മുറിവിൽ നിന്നൊഴുകുന്ന രക്തം എനിക്ക് സൗഖ്യം തരട്ടെ. എസ് 53:5 അവൻ്റെ ക്ഷതങ്ങൾ, അവൻ്റെ മുറിവിൽ നമുക്ക് സൗഖ്യമുണ്ട്. 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിൽ നമുക്ക് സൗഖ്യമുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ തിരുമുറിവിലൂടെ ഒഴുകിയിറങ്ങുന്ന തിരിച്ചോര
അത് നമുക്ക് സൗഖ്യം തരാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആ സൗഖ്യം വിശ്വാസത്തിൽ നമ്മൾ ഏറ്റെടുത്ത്, ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ, നിന്റെ തിരിച്ചോരയാൽ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ഞാൻ പറഞ്ഞു സൗഖ്യം പ്രാപിക്കാൻ പറഞ്ഞിരിക്കുന്ന ഏതാനും വഴികൾ: 1, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക; 2, എളിമപ്പെട്ടും അനുസരണത്തോടെ ദൈവവചനവും അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക; 3, നിലവിളിച്ച് കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക; 4, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപം ഏറ്റുപറഞ്ഞും മാനസാന്തരപ്പെട്ടും കർത്താവിൻ്റെ നാമം വിളിക്കുക; 5, തൈലം പൂശി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന സ്വീകരിക്കുക; 6, അധികാരത്തോടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക; 7, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക; 8, യേശുവിൻ്റെ രക്തം മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇതെല്ലാം നമുക്ക് സൗഖ്യത്തിനായിട്ട് തന്നിരിക്കുന്ന വഴികളാണ്.